ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നലെ ഉറക്കം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ കുളമായിരുന്നു. കിടന്നപ്പോൾ വൈകി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിന്ന് ജോലിക്ക് വരാമെന്ന് പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ കാലത്ത് എണീറ്റു ജോലിക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ പോയി എന്തായാലും തല പ്രവർത്തിപ്പിക്കേണ്ട, ശരീരം എന്തെങ്കിലും ചെയ്താൽ മതി. അങ്ങനെ ഉറക്കുമ്പോൾ ഒരു സമാധാനം. ഇന്നും കൂടി തല ഞാൻ പ്രവർത്തിച്ചാൽ ഞാൻ പെട്ടിയിൽ കയറിയാനെ. കാരണം ഇന്നലെ അത്രയും സുഖകരമായിട്ടല്ലായിരുന്നു മൊത്തം കാര്യങ്ങൾ. ഇന്ന് മറ്റവനുണ്ടാവും. അപ്പം ഞാൻ തൊഴിലാളി, മറ്റവൻ മാനേജർ. സമാധാനം. അയ്യോ, പക്ഷെ ബോഡിക്ക് പണിയുണ്ടാവും, കുഴപ്പമില്ല. അത് ബോഡിക്കല്ലേ. അപ്പോൾ 8 മണിക്കൂർ ഷിഫ്റ്റ്. ഇന്നലത്തെ നീണ്ട ദിവസത്തിന് ശേഷം ഇന്നും നമ്മൾ ജോലിക്ക് പോകുന്നു. ഒരു സ്റ്റുഡൻറ്റ് അത് നാട്ടിൽ നിന്ന് എപ്പോൾ കയറിയാലും ശരി, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റം മൂലൊന്ന് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരൊരു വെക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗത്തിനേക്കാളുപരി പാർട്ട് ടൈം ജോലിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയമാണ്. അതിനിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ 20 വർഷം കഴിഞ്ഞാലും മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്ന ഏതൊരുത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. പലരും എൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചോദിക്കുന്ന കാര്യമാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പറ്റുമെന്ന്, അതായത് ഫീസ് അടയ്ക്കാൻ പറ്റുമെന്ന്. മെയിൻലി 3-4 ലക്ഷം രൂപ ഫീസുള്ള കോഴ്സുകളുള്ളൂ കൂടുതലും. അപ്പോൾ അടയ്ക്കാൻ പറ്റുമെന്ന്. ഇപ്പം ഞാൻ ജോലി ചെയ്യണ പോലെ ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 1.5-2 മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പുഷ്പം പോലെ അടയ്ക്കാൻ പറ്റും. പക്ഷെ എനിക്ക് വരുന്നതിനനുസരിച്ച് ഇറങ്ങിപ്പോവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്കാർ തന്നെ പകുതി പിടിച്ചുകൊണ്ടു. അവിടുത്തെ ഇൻറ്റേൺഷിപ്പ്, ഇവിടുത്തെ ഇൻറ്റേൺഷിപ്പ്, അവിടുത്തെ റെൻറ്റ്, അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട്. അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഈ വെക്കേഷൻ ആയി കഴിയുമ്പോൾ കൂടുതൽ ജോലിക്ക് പോണേ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ ഇന്നത്തെ പരിപാടി പോവുക, അവൻ പറയും എന്താ ചെയ്യേണ്ടതെന്ന്, അത് ചെയ്യുക, തിരിച്ചു വരാം, സമാധാനം. പറ്റിയ നാളെ ലീവ് കൊടുക്കും. അവൻ്റെ ടീമിൽ ആളില്ലെങ്കിൽ നമുക്ക് നോക്കാം, എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഒരു 3 മണിക്കൂർ ഉറക്കത്തിന് ശേഷം പിന്നെയും ജോലിക്ക് പോകുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നോക്കാം. കാലത്തെ യുദ്ധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തൊഴിലാളി ആയാലും ആരായാലും പണിയെടുക്കണം. ഇന്ന് പലയും കൂടുതൽ കുറച്ച് പ്രവർത്തിപ്പിക്കേണ്ടി വന്നു. കാരണം അവന് വയ്യായിരുന്നു. അവൻ വീട്ടിൽ പോയി ഇടയ്ക്ക് വെച്ച്. അപ്പം ഞാൻ ഇതിപ്പോൾ തിരിച്ചു വന്നേക്കെന്താ, എനിക്കാണെങ്കിൽ തീരെ വയ്യ. പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് മടക്കാൻ പോകുന്നു. ഇവിടെ പച്ചക്കനുണ്ടല്ലേ, മടക്കാൻ പോകുന്നു. ഔഷധിയായി. നാളെ ഫുൾ മടക്കലാണ് നമ്മുടെ പരിപാടി. നാളെ ഇവൻ്റെ കൂടെ ആയിരിക്കില്ല, സെപ്പറേറ്റ് ആയിട്ട്. പക്ഷെ ഇവനും ഉണ്ടാവും, ഞാൻ താഴെ എവിടെയെങ്കിലും നിന്നിട്ട് എൻ്റെ ടീമുണ്ടാവും, നമ്മളിങ്ങനെ മടക്കും. ഇന്നിപ്പോൾ ആകെ മൊത്തത്തിൽ ഔഷധിയായി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനാണ് എന്നെ പറ്റിച്ചേ. കാണുന്നുണ്ടോ നിങ്ങൾ അവനെ? യെസ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ മടക്കൽ പുതിയ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ശരി, ജോലിയിലേക്ക് പോകട്ടെ. ബൈ. സുഹൃത്തുക്കളെ, ഇന്നത്തെ ജോലി പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. വന്നു, കാലത്തെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ എടുത്തു, അത് കഴിഞ്ഞ് പാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് സമയത്തിന് എണ്ണി നീക്കി 2:30 ആയി. 8 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞു. പൊതുവെ വീക്കെൻഡ്സിൽ നോം തൊഴിലാളിയല്ല, വീക്ക് ഡേയ്സിൽ നോം തൊഴിലാളി. കാരണം നമുക്ക് വർക്കിംഗ് അവേഴ്സ് വേണം. തൊഴിലാളി ആകുമ്പോൾ എന്ത് സുഖമെന്നറിയോ. അപ്പോൾ 8 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞു. ഇനി പോകുന്നു നേരെ കടയിലേക്ക് സാധനങ്ങൾ മേടിക്കണം. കാരണം ഇന്നൊരു തിങ്കളാഴ്ചയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പൊതുവെ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലുമാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കാറ്. അതൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പോകണം. അപ്പോൾ നേരെ ബിദ്രോങ്കയിലേക്കാണ് പോകുന്നത്. കാരണം ബിദ്രോങ്കയാണ് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റിയ ഒരു ഓപ്ഷൻ. അപ്പോൾ നേരെ ബിദ്രോങ്കയിലേക്ക്. ബിദ്രോങ്കയിൽ ഞാൻ ഇത്രയും സാധനങ്ങൾ മേടിച്ചു. കോഴി മേടിച്ചു, ഒരു ഫ്രൂട്ട് മേടിച്ചു, തക്കാളി മേടിച്ചു. ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈ സാധനമാണ്, നെക്ടറീന എന്നിട്ടാണാവോ, അതാണ് മേടിച്ചത്. കിടുന്ന സാധനമാണ്. ഉള്ളവർ മേടിച്ചോ. ഇത് എന്നിട്ട് ബ്ലാക്ക്ബെറി ആണെന്ന് തോന്നുന്നു. ഇതിന് 8.99. ഇപ്പോൾ ഓഫറിൽ എടുക്കുന്നതാണ്. ഉരുളൻകിഴങ്ങിന് ഓഫറുണ്ട്, പക്ഷേ നല്ലതൊക്കെ ഞാൻ വന്നപ്പോഴേക്ക് എടുത്തു പോയി. തിരിവാണ്, വേണ്ട. വേറെ അധികം ഓഫറുകളൊന്നുമില്ല. കാരണം ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ തിരക്ക് പിടിച്ച സാധനങ്ങളൊക്കെ നോക്കി എടുത്തു. പിന്നെ മെലൺ തന്നെ 2-3 ടൈപ്പുകളുണ്ട്. ഓഫറുണ്ട്, പക്ഷെ പോരാ, ഉദ്ദേശിച്ച ഓഫറില്ല. പിന്നെ ബത്തയ്ക്ക ടൈപ്പ്, നമ്മുടെ കിരൺ ടൈപ്പില്ല, അതിൻ്റെ ഏതോ ഒരു ടൈപ്പ്, അതിന് ഓഫറുണ്ട്. 3.99 വേണ്ട. മഷ്റൂമിന് ഓഫറില്ല. പിന്നെ തക്കാളിക്ക് ഇപ്പം എല്ലാ ആഴ്ച ഓഫറുണ്ട്. ഇതൊക്കെയാണ് ഗംഭീര തക്കാളിയാണ്, ഒന്നും പറയാനില്ല. തക്കാളി അപ്പം ഞാൻ ഒരു 1.25 കിലോ എടുത്തിട്ടുണ്ട്. വലിയ 4 എണ്ണം അതിനകത്തുണ്ട്. അപ്പോൾ തക്കാളി എടുത്തിട്ടുണ്ട്. വേറെ അവിടെ നിന്ന് എനിക്കൊന്നും എടുക്കാനില്ല. ഇനി എനിക്ക് വേറെ വേണ്ടത് കോഴിയായിരുന്നു. അപ്പോൾ നേരെ കോഴിയുടെ സെക്ഷനിൽ പോയിട്ട് കോഴി മേടിച്ചു.
കോഴിക്ക് ലക്ഷറി ഓഫറാണ് 499. ഇതേ കണ്ടില്ലേ. ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തില്ല, ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും. ഒരു പാക്കറ്റ് എടുത്താലും അതേപോലെ 4 കിലോയ്ക്ക് മേലെടുത്താലും കിലോയ്ക്ക് 699 ആയിരിക്കും. 2 പാക്കറ്റ് 4 കിലോയ്ക്ക് താഴെ എടുക്കുകയാണെങ്കിൽ കിലോയ്ക്ക് 499 വെച്ചിട്ട് കണ്ടില്ലേ. അപ്പോൾ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. പോർക്കിന് ഈ ആഴ്ച വലിയ കാര്യമായിട്ട് ഓഫർ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ ആഴ്ചയും പോർക്കിന് ഓഫർ കിട്ടില്ലല്ലോ. ഈ ആഴ്ച പോർക്കില്ല. ചിക്കൻ നെഹി ചിക്കനും ചിക്കൻ ഈ പരിപാടിയേ ഉള്ളൂ. നമ്മൾ പണ്ട് എടുക്കാറുള്ള ചിക്കന് ഓഫറില്ല, ബ്രസ്റ്റ് പീസിന് ഓഫറില്ല. എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എന്താ, ഇങ്ങനത്തെ ഐറ്റംസിനൊന്നും, സ്നാക്ക് ഐറ്റംസിനൊന്നും, നമുക്ക് വേണ്ടതിനൊന്നും ഓഫറില്ല. ഞാൻ ഇത് മേടിക്കാറുള്ള സാധനമാണ് ഈ താഴെ ഇരിക്കുന്നത്. കിടില സാധനമാണ് ഈ ക്രോസാൻസ്, പക്ഷേ ഓഫറില്ല, അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. വേറെ ഇവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. കോഴിമുട്ടയുടെ കൂടി അവിടേക്ക് പോവാം. കോഴിമുട്ടയുടെ അവിടേക്ക് ഞാൻ പോയിട്ടില്ല. അതിന് ഓഫർ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, കോഴിമുട്ടയ്ക്കും ഇന്ന് ഓഫർ ഇല്ല. ഇത് കണ്ടില്ല, പല കമ്പനിക്കാരുണ്ട്, പക്ഷേ ഒരാൾ പോലും ഏച്ച ഓഫർ തന്നില്ല. ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ബിദ്രോങ്കിലൊക്കെ നിങ്ങൾ സാധനം മേടിക്കാൻ വരും, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വില നോക്കുന്നത് ഇതിലാണ്, കറക്റ്റ് ദിവസം ഇത് കേടാണ്. അതിനകത്താണ് വില നോക്കുക, റേറ്റ് അറിയാനായിട്ട്. പിന്നെ വേറെ ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കണ്ട. ക്യാൻഡ് മീൻ പറഞ്ഞിട്ട് എടുക്കണോ ഒന്നിനും. ക്യാൻഡ് മീൻ സൂപ്പർ കേട്ടോ, നല്ല സാധനം മേടിക്കണമെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ശരി, ഇനി വേറൊന്നും പ്രത്യേകിച്ച് ഓഫറോ കാര്യങ്ങളോ ഒന്നിനും ഇല്ല. ഐസ്ക്രീം സെക്ഷനിലുണ്ടല്ലോ 2 എടുത്ത് 50% ഓഫർ. വേണ്ട. അപ്പോൾ എന്തായാലും ബിദ്രോങ്ക ഷോപ്പിങ്ങിൽ ഇത്രേ ഉള്ളൂ. ചിക്കൻ, തക്കാളി, നെക്ടർ, ഫ്രൂട്ട്, നെക്ടറീന. അപ്പോൾ അത്രയൊക്കെ തന്നെ. എല്ലാവർക്കും ബൈ. തിരിച്ച് റൂമിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. ഇന്ന് ജോലിക്ക് പോയിട്ട് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വിശന്നിട്ട് പാടില്ല. അപ്പോൾ ശരി, ബിദ്രോങ്കയിൽ നമ്മൾ 22 സ്ലോട്ടി പൊട്ടിച്ചു. 3 കിലോ ചിക്കനും പിന്നെ ഫ്രൂട്ടും തക്കാളിയും മേടിച്ചു. വേറെ ഒന്നും മേടിക്കാൻ തന്നില്ല, ആവശ്യമുള്ളൊന്നും കണ്ടില്ല. പിന്നെ നേരെ മുറിയിലേക്ക് വന്നിട്ട് നമ്മൾ നേരെ പാചക പരിപാടിയിലേക്ക് കയറി. ക്യാരറ്റ് വളർത്തുകയാണ്. ക്യാരറ്റ് വളർത്തുന്നത് എങ്ങനെയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മുന്നേ ഞാൻ ക്യാരറ്റ് വളർത്തുന്ന ഒരു ചെറിയൊരു ഗ്ലിംസ് കാണിച്ചപ്പോൾ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ചെറുതായിട്ട് കുനുകുനാന്ന് നുറുക്കുക, സവോള നുറുക്കുക, മുളക് നുറുക്കുക ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഉണ്ടാക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കുക, അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഈ സവോള ഇടുക, അത് കഴിഞ്ഞിട്ട് മുളക് ഇടുക, ഈ പച്ചമുളക് ഇടുക, അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇടുക, ക്യാരറ്റ് ഇടുക, അടച്ചു വയ്ക്കുക, കറി റെഡി. വേറെ പരിപാടിയൊന്നുമില്ല. എന്നിട്ട് കറി വെന്ത് കഴിഞ്ഞാൽ അവസാനം ഉപ്പും മഞ്ഞളുടെയും എന്തെങ്കിലും ചുക ഉണ്ടോ എന്ന് നോക്കുക. ചുക ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല, സഹിക്കുക. ഉപ്പ് കൂടുതൽ ഇടാതിരിക്കുക, കുറവ് ഇടുക. അവസാനം കറി ടേസ്റ്റ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ ക്യാരറ്റ് വളർത്തുന്ന പരിപാടി. ആനയും കുതിരയും പരിപാടികളൊന്നുമില്ല. ആദ്യം ചിലപ്പോൾ ചീറ്റിപ്പോയേക്കാം, രണ്ടാമത്തെ പ്രാവശ്യം ശരിയായേക്കാം. ഞാനെന്തായാലും ചോറും കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കറിയിൽ ഇനി ഒരു സാധനം കൂടി ഇടാനുണ്ട്, തേങ്ങക്ക്. ഇത്രയും വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി കൃത്യം വേവിൽ നിൽക്കണം. വേവ് നോക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യാരറ്റിൻ്റെ എല്ലി കൊണ്ട് ഇങ്ങനെ അറ്റത്തുണ്ടെന്ന് ഞെക്കി വെക്കുമ്പോൾ അതിങ്ങനെ മുറിയുന്നുണ്ട്. ഇത് വെന്തു. ആ പരുവത്തിൽ ഇതിനകത്ത് ഇങ്ങനെ തേങ്ങയും കൂടി ഇടും. ഇവിടെ പോളണ്ടിൽ വരുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഫ്രോസൺ അല്ലല്ലോ, വറുത്തെടുത്തതോ ഡ്രൈഡോ അങ്ങനത്തെ തേങ്ങപ്പീരി കിട്ടും. തേങ്ങപ്പീരി ദാറ്റ് തിങ് അത് കിട്ടും, തേങ്ങയുടെ സാധനം. നിങ്ങൾക്ക് മനസ്സിലായില്ല, ബിദ്രോങ്കയിൽ കിട്ടും. ഒരു പാക്കറ്റിന് 5-6 സ്ലോട്ടി. ഇത് വെച്ചിട്ടൊരു 3-4 ലൈലും കൂടുതൽ വലുത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇതങ്ങനെ എടുത്തിട്ട് നേരെ ഇങ്ങനെ ഇടുക. ഇത്ര ഉള്ളു പരിപാടി. ഇളക്കുക, കറി റെഡി. ഇത്രയൊക്കെ തന്നെ വ്ളോഗിൽ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം, നമുക്ക് കുളിക്കണം, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ചെരിയണം. അതാണ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ. വേറൊന്നത്തേക്ക് ഇനി ഇല്ല, കാരണം റെസ്റ്റ് കൊടുക്കണം ബോഡിക്ക്, അല്ലെങ്കിൽ പണി പാളും. ഈ ഒരു മാസം നമ്മൾ പഠിക്കില്ല, അടുത്ത മാസം തൊട്ടായിരിക്കും പഠിച്ചു തുടങ്ങുക. കാരണം അധികം ആർഭാടമായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നത് മോശമല്ലേ. ചിലപ്പോൾ പഠിക്കട്ടെ, പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ. അടുത്ത വ്ളോഗിൽ കാണാം. ശുഭദിനം. ബൈ, ഗുഡ് നൈറ്റ്. ഇപ്പം സമയം വൈകുന്നേരം ഒരു 5 മണി ആയിട്ടുണ്ട്. ഗംഭീരം മഴയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ശരി.